I am going to introduce the new avatar from Java. ജാവ അവരുടെ സെക്കൻഡ് എൻട്രിയിൽ പ്രധാനമായിട്ടും 3 ബൈക്കുകളാണ് അനൗൺസ് ചെയ്തിരുന്നത്. അതിൽ ജാവ ക്ലാസിക്, ജാവ 42 നമ്മൾ കണ്ടു കഴിഞ്ഞു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇപ്പോൾ ഐ ആം ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് ദ ന്യൂ അവതാർ ജാവ പെരാക്. ജാവയുടെ ഫസ്റ്റ് കസ്റ്റമൈസ്ഡ് ബോബർ ടൈപ്പ് മോട്ടോർ സൈക്കിളാണ്. സിംപ്ലി സ്റ്റണ്ണിങ്, ഡിസൈൻ വൈസ് അമേസിംഗ് ഡിസൈൻ, ഒന്നും പറയാനില്ല. ദിസ് ഈസ് ഗോയിങ് ടു റൂൾ ദ മാർക്കറ്റ്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് നോക്കുമ്പോൾ ജാവ ക്ലാസിക്കിൻ്റെ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു ലുക്കാണ് ആദ്യം നമുക്ക് തോന്നാം. പിന്നെ ഇതിൻ്റെ ഹെഡ് ലാമ്പ് ജാവ ക്ലാസിക് പോലെ തന്നെ ഹാലജൻ ലാമ്പാണ്. അതുമായിട്ട് സിമിലർ, ഞാൻ പറഞ്ഞു, അതുമായിട്ട് സിമിലർ ആയിട്ടുള്ളൊരു ഹെഡ് ലാമ്പ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഹോൺ ആണെങ്കിലും ജാവ ക്ലാസിക്കിൻ്റെ പോലെ അതേ നമ്മുടെ ഫ്രണ്ടും നോക്കുമ്പോൾ ഹോണും നമ്മളെ ഹെഡ് ലൈറ്റിന് തൊട്ട് താഴെയായിട്ടാണ് ഹോണും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓവറാൾ അതിൻ്റെ ലുക്ക് ജാവ ക്ലാസിക്കുമായിട്ട് ഏകദേശം സിമിലർ ആയിട്ട് തന്നെ നമുക്ക് തോന്നും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ പറഞ്ഞു, ഒരു ബോബർ ടൈപ്പ് ബൈക്കാണ്. അതുകൊണ്ട് ഇത് സിംഗിൾ സീറ്ററാണ്. ഒരു സിംഗിൾ കളർ വേരിയൻറ്റിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്, അതായത് മാറ്റ് ബ്ലാക്ക്. വേറെ കളർ വേരിയൻറ്റുകൾ അറ്റ് പ്രസൻറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല. ആ കളറുമായിട്ട് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സീറ്റ് കളർ. സീറ്റ് അത്യാവശ്യം വൈഡാണ്, പിന്നെ കുഴപ്പമില്ല, നല്ല സോഫ്റ്റുമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സൈലൻസർ ഹാഫ് കട്ട് സൈലൻസേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മോഡിഫൈഡ് ആണോ എന്ന് നമുക്ക് തോന്നും, പക്ഷേ ആക്ച്വലി ഇങ്ങനെ തന്നെയാണ്. ഇതിലും ടിൻ സൈലൻസേഴ്സാണ് ഇതിലും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 2 സൈലൻസേഴ്സ് ഉണ്ട്. പിന്നെ വണ്ടി വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ ഇത് ഡബിൾ ക്രാഡിൽ, അതിൻ്റെ ചേസിസ് ഡബിൾ ക്രാഡിൽ ടൈപ്പ് ട്യൂബ്ലാറ്റ് ചേസിസ് ആണ്. ബിൽഡ് ക്വാളിറ്റി നന്നായിട്ടുണ്ട്, എടുത്ത് തന്നെ പറയണം. പിന്നെ ഇതിൻ്റെ എഞ്ചിനിലും പ്രത്യേകതയുണ്ട്. BS6 നോംസ് പ്രകാരം ഡിസൈൻ ചെയ്ത എഞ്ചിനാണ്. അതുകൊണ്ട് ഇതിന് ഡിഫറൻറ്റ് ഫ്യൂവലാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് അറ്റ് പ്രസൻറ്റ് പോസിബിൾ അല്ല. അതിന് പ്രധാന കാരണം ഇതിൻ്റെ ഫ്യൂവല് വന്നിട്ടില്ല. ഫ്യൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഫ്യൂവൽ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഫ്യൂവല് ഒക്ടാൻ 95 കാറ്റഗറിയിൽ വരുന്ന ഫ്യൂവലാണ്. സാധാരണ നമ്മൾ ബാക്കിയുള്ള വണ്ടികളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒക്ടാൻ 92 എന്ന് പറയുന്ന ഫ്യൂവലാണ്. ഫ്യൂവൽ അവൈലബിൾ ആണ്, ഇവിടെ എത്തിയിട്ടില്ല, നമ്മൾ വെയിറ്റ് ചെയ്യാണ് എന്നാണ് ഉദ്ദേശം. ഇത് 4 സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. 30 bhp ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസ് 31 Nm ടോർക്ക്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കരുത്തുള്ള ഒരു വണ്ടി തന്നെയാണ്. ഇത് 350 cc എഞ്ചിനാണ്. ഫ്യൂവൽ ഇഗ്നിഷനാണ്. ബാക്ക് ടയർ ട്യൂബ് ടയറാണ്, ട്യൂബ്ലെസ് അല്ല. 140/70 ആണ് അതിൻ്റെ സൈസ്, 18 ഇഞ്ച്. ഫ്രണ്ട് ടയർ 17 ഇഞ്ചാണ്, 190 ആണ് അതിൻ്റെ മെഷർമെൻറ്റ്. പിന്നെ ഡിസൈൻ വൈസ് ഞാൻ പറഞ്ഞു, ഒരു അമേസിങ് ഡിസൈനാണ്, പറയാതിരിക്കാൻ പറ്റില്ല. നോക്കൂ, ഇതിൻ്റെ ടെയിൽ ലാമ്പ് നോക്കൂ, LED ടെയിൽ ലാമ്പാണ്. സീറ്റിന് തൊട്ട് താഴെയായിട്ട് റൗണ്ട് ഷേപ്പിലാണ് ഉള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ടെയിൽ ലാമ്പ് തന്നെയാണ്. മൊത്തത്തിൽ ആ വണ്ടിയുടെ വ്യൂ, ബാക്കിൽ നിന്നുള്ള വ്യൂ, ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. പിന്നെ ഇതിലും പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു കോൺസ്റ്റന്റ് മെഷ് 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഡ്യുവൽ ചാനൽ ABS ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ഉണ്ട്. സെക്യൂർ റൈഡിംഗ് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. ജാവ ക്ലാസിക്കിലും ജാവ 42ലും ഉള്ളതുപോലെ തന്നെ റേഡിയേറ്റർ ഇതിലും പ്രസൻ്റ് ആണ്. ഫ്രണ്ട് സസ്പെൻഷൻ ടെലിസ്കോപ്പിക് ആണ്. ബാക്ക് വീൽ സസ്പെൻഷൻ മോണോ ഷോക്ക് സസ്പെൻഷൻ ആണ്. ഈ മോണോ ഷോക്ക് സസ്പെൻഷൻ 7 സ്റ്റേജ് അഡ്ജസ്റ്റബിൾ ആണ്. അത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. സീറ്റ് ഹൈറ്റ് 750 mm ആണ്. അത്യാവശ്യം കംഫർട്ട് ആണ് എന്ന് തന്നെ പറയണം. എന്ന് വെച്ചാൽ വേറെ പ്രശ്നമില്ല. വണ്ടി ഹെവിയാണ്, ഏകദേശം 179 kg ആണ് ഇതിൻ്റെ വെയിറ്റ്. കർവ് വെയിറ്റ് 170 kg ആണ്. പക്ഷേ നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. ഹാൻഡിൽ അത്യാവശ്യം വൈഡാണ്. സീറ്റിംഗ് കംഫർട്ടബിൾ ആണ്. ടണ്ണിങ് ഡിസൈൻ അത് പറയാതിരിക്കാൻ പറ്റില്ല, അമേസിംഗ്. ദിസ് ഈസ് എ ബീസ്റ്റ്.
ജനുവരി 1 മുതൽ ഇതിൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. അത് ഓൺലൈൻ ആണോ ഷോറൂം വൈസ് ആണോ എന്നുള്ളത് കൺഫേം ആയിട്ടില്ല. യു ക്യാൻ എക്സ്പെക്ട് ദ ഡെലിവറി ഫ്രം ഏപ്രിൽ ഓൺവേർഡ്. ഇൻ കൺക്ലൂഷൻ, വണ്ടി റിയലി അമേസിങ്. ഡിസൈൻ വൈസ് വളരെ യൂണിക് ആയിട്ടുള്ള ഡിസൈനാണ്. പക്ഷെ പറഞ്ഞല്ലോ, ഇതൊരു ഫാമിലി വെഹിക്കിൾ എന്നുള്ള ഒരു കാറ്റഗറിയിലല്ല. ഇറ്റ്സ് എ ബോബർ ടൈപ്പ് വെഹിക്കിൾ. സിറ്റി ക്രൂസിങ്ങിനും ഒരു പരിധിവരെ ടൂർ പർപ്പസിനും സിംഗിൾ ടൂറിംഗ് പർപ്പസിന് ഇത് വളരെ നല്ലൊരു ബൈക്കാണ്. ഗ്രൗണ്ട് ക്ലിയറൻസും വലിയ കുഴപ്പമില്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ബുക്ക് ചെയ്ത് കുറച്ച് നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരും, ഏപ്രിൽ വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നാലും നിങ്ങൾക്ക് വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു വണ്ടി കയ്യിൽ കിട്ടും. അതിനുവേണ്ടി കാത്തിരിക്കുക, വെയിറ്റ് ചെയ്യുക. This is only a walk around review. We will bring you the test drive review very soon. Please stay tuned. This is MS Vinod for xthreemedia signing off. Thank you. Thank you for watching.